ഒരു മിനിറ്റ് കേസ്, ഒരു മിനിറ്റ്. ആരോ കോൾ ചെയ്തിട്ടുണ്ട്. ഹലോ, എന്താടാ? ഒരു 200 കോടി രൂപ നമ്മുടെ ബാങ്കിൽ വന്നിട്ടുണ്ട്. ഈ പൈസ എവിടെ വെക്കണം? എടാ, നമ്മുടെ ഗോഡൗണിൽ വെക്ക്. ഓക്കെ അണ്ണാ. പക്ഷെ ഉമ്മ എന്നെ പറഞ്ഞിട്ടുണ്ട് ഇടയിൽ കോൾ ചെയ്തിട്ട് പൈസ എവിടെ വെക്കണേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വലിയൊരു ബംഗ്ലാവ് പോലത്തെ റൂമുണ്ട്. അവിടെ പൈസ വെച്ച് മടുത്ത അവിടുത്തെ പൈസയൊക്കെ വെച്ച് റൂമേ ഫുള്ളായി. അത് കാരണം ഇപ്പോൾ ഞങ്ങളുടെ ഒരു പുതിയ റെൻറ്റിന് ഒരു പുതിയ വലിയൊരു ഗോഡൗണും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അവിടെയാണ് ഇപ്പോൾ പൈസകളൊക്കെ വെക്കണത്. എന്താ പറയുക, റിച്ചായി പോയില്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കാർ കളക്ഷൻസ്. ഇവിടെ ഓടിയുണ്ട്, പിന്നെ നമ്മുടെ പോർഷ്യ, ടാർസൺ എല്ലാം ഉണ്ട്. നമുക്കിതൊന്നും വിഷയമല്ല. പണം പോട്ടെ, പവർ പറ്റുക എന്നുള്ളൊരു പോളിസിയാണ് നമ്മുടെ. ഈ വീട് കാണില്ലേ, ഈ ഗോൾഡൻ കളർ, ഇത് ഞാൻ കുറച്ച് ക്യാരറ്റ് ഗോൾഡിൽ ഉണ്ടാക്കിയതാണ്. എത്രയോ ഒരു 200 ക്യാരറ്റ് ഗോൾഡിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ. അപ്പുറത്ത് ഹെലികോപ്റ്ററും ഇതൊക്കെ ഉണ്ട്. നമുക്ക് പണം വിഷയമല്ല. മണി ക്യാൻ മേക്ക് ഹാപ്പിനെസ്, അതാണ് എൻ്റെ ഒരു ഇത്. നമുക്ക് സന്തോഷം മതി. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങളൊരു ലയണിൻ്റെ ഫോട്ടോ കാണില്ലേ, ടൈഗറിൻ്റെ ഫോട്ടോ കാണില്ലേ, ഇത് ഡയമണ്ടിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. എനിക്ക് അടിപൊളി വീടൊക്കെ ഉണ്ട്. പിന്നെ പറയണെങ്കിൽ ഈ സിറ്റി എൻ്റെ കൺട്രോളിലാണ്. ഞാൻ റിച്ചായത് എൻ്റെ കുഴപ്പമില്ല. ഞാൻ ജന്മനാളെ ഞാൻ റിച്ചായി പോയിട്ടാണ്, അത് എൻ്റെ പ്രശ്നമല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ജിം. എനിക്ക് ജിമ്മിനോട് നല്ല താല്പര്യമാണ്. ഞാൻ ഈ ജിമ്മിൻ്റെ ഡംബിൾ 20 ലക്ഷത്തിന് ഗീവ് അവേ കൊടുക്കുന്നുണ്ട്. ഗീവ് അവേ അല്ല, 20 ലക്ഷത്തിന് ഈ ഡംബിൾ കൊടുക്കുന്നുണ്ട്. വേണ്ടവർ പറയാട്ടോ. ഈ മേലക്കാണൊരു ഡംബിളില്ലേ, 20 ലക്ഷത്തിന് കൊടുക്കണ്. റിച്ചായ ഫ്രാങ്ക്ലിൻ പറഞ്ഞ ആൾ തൊട്ട ഈ ഡംബിളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് അയച്ചാൽ മതി, ഞാൻ ഡംബിൾസൊക്കെ അയച്ചു തരാം. ഇറ്റ്സ് നോട്ട് വിഷയമല്ല എനിക്ക്. ഓക്കെ, അപ്പോൾ അടുത്തെന്ന് വെച്ചാൽ ഈ പൂളിൽ ഞാൻ 1.5 വയസ്സിൽ ഞാൻ ഈ പൂളിൽ കളിച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു വലിയൊരു വിഷയമാണ്. ഓക്കെ, പിന്നെ ഈ ഹമ്മർ കാണില്ലേ, ഈ ഹമ്മർ ഞാനൊരു 50 ലക്ഷം കൊടുത്ത് മേടിച്ച വണ്ടിയാണ്. മേടിച്ചിട്ട് ഒരു 100 ക്യാരറ്റ് ഗോൾഡ് ഇതിൽ സ്പ്രെഡ് ചെയ്തതാണ്. ഓക്കെ, നമുക്ക് ഗോൾഡൊക്കെ വെറും ഒരു കോപ്പർ പോലെയൊക്കെയാണ്, ഒരു ചെമ്പ് കമ്പി പോലെയൊക്കെയാണ് നമുക്കൊരു ഗോൾഡൊക്കെ. ഓക്കെ, ഈ പോലീസ് സ്റ്റേഷൻ എൻ്റെ കൺട്രോളിലാണ് കേട്ടോ. അതൊക്കെ എൻ്റെ കൺട്രോളിലാണ്. ഫ്രാങ്ക്ലിൻ ബോസ്, നമസ്കാരം. നമസ്കാരം. ഇതാ ഒരു 5 ലക്ഷം പിടിച്ചോ. വെറുതെ തന്നാണ് കേട്ടോ. വീട്ടിലൊക്കെ പോയി പറയാം ഞാൻ 5 ലക്ഷം തന്നെന്ന്, നാട്ടുകാരൻ്റെ അടുത്തും പറയാം. ഓക്കെ, നമസ്കാരം പറയുമ്പോൾ ഒരു 5 ലക്ഷം കൊടുത്തു കേട്ടോ നമ്മൾ. ഇതൊന്നും വിഷയമല്ല നമുക്ക്. ഓക്കെ, ഈ എയർപോർട്ടൊക്കെ എൻ്റെ കൺട്രോളിലാണ് കേട്ടോ. ഈ എയർപോർട്ടൊക്കെ എൻ്റെയാണ്. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ എവിടേക്കാണ് പോവുക. എൻ്റെ ഒരു പഴയ വീടുണ്ട്, അവിടെ കാണിച്ചു തരാം. ഓക്കെ, അറിയാണ്ട് വണ്ടി ഇടിച്ചു. എടാ, ഞാൻ ഒരു 100 ലക്ഷം ബാഗിൽ അയച്ചിട്ടുണ്ട്. വണ്ടി ഇടിച്ചൊന്നും വിഷയമല്ല. 100 ലക്ഷം അയച്ചിട്ടുണ്ട്. അവന് റോൾസ് റോയ്സ് എന്തോ മേടിച്ചോട്ടെ. ഇതാണ് കേസ്. ഇതൊക്കെ നമ്മുടെ ബിൽഡിംഗ് ആണ്. പിന്നെ ഇത് നമ്മുടെ ഒരു വീടാണ് കേട്ടോ, പഴയ വീടാണ്. ഇവിടെ നിന്നാണ് നമ്മളൊക്കെ ജനിച്ചു വളർന്നു വന്നത്. 1 വയസ്സിൽ ഈ പൂളിൽ ഞാൻ നീന്തി കളിച്ചിട്ടുണ്ട്. ജനിച്ചപ്പോഴേ റിച്ചായി പോയി. ഇതാണ് ഞാൻ റിച്ചായ പ്രശ്നം. ഇതാണ് കേസ്. നമുക്ക് ഒരു സാഡ്നെസ്സേ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് എന്തായാലും കത്തിച്ച് വിട്ട കേസ്. പടച്ചോനെ, അറിയാണ്ട് ഈ പെണ്ണിനെ ഇടിച്ചല്ലോ. എടാ, ഇത് സതീഷിൻ്റെ മോളല്ലേ നമ്മൾ പിടിച്ചത്. എടാ, ഇതിപ്പോൾ സീനായല്ലോ. എന്തൊരു സീനാണ്. ക്യാഷ് കൊടുത്ത സതീഷിൻ്റെ അല്ലേ, ഇത് പ്രദീപിൻ്റെ മകളാണ് കേട്ടോ. അപ്പോൾ നമുക്കതിൽ പ്രദീപിനെ വിളിച്ചൊന്ന് പറയാം. ഓക്കെ, ഇവിടെ എവിടെയോ പ്രദീപിനെ ഞാൻ പറയാം. അത് പ്രദീപ്. എടാ പ്രദീപ്, നിൻ്റെ മോളിനെ അറിയാണ്ട് വണ്ടി ഇടിച്ച് ഞാൻ കൊന്നിട്ടുണ്ട്. നിൻ്റെ ബാങ്കിക്ക് ഒരു 1000 കോടി ഞാൻ അയച്ചിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല ഫ്രാങ്ക്ലിൻ, കുഴപ്പമില്ല. പിന്നെ ഇതൊക്കെ നമ്മുടെ പിള്ളേരായ കാരണം കുഴപ്പമില്ല കേട്ടോ. ഈ പെണ്ണാണി മരിച്ചിപ്പോൾ മണ്ണിൻ്റെ അടി പോയി. ഓക്കെ, അപ്പോൾ ഇതാണ് റിച്ചിൻ്റെ പ്രശ്നം. ഇതാണ് കേസ്. റിച്ചായ പിന്നെ ഒരു സാഡ്നെസ്സേ ഉണ്ടാവില്ല. ഹമ്മർ മാറ്റിയിട്ട് ഞാൻ ഒരു വലിയൊരു ബുഗാട്ടിയൊക്കെ മേടിക്കണം. ബുഗാട്ടി എനിക്കിപ്പോൾ ഒരു കോള് മതി വീടെത്താൻ. ഓക്കെ ഗെയ്സ്, അപ്പോൾ നമ്മളൊരു റിച്ചായ പോലെ അഭിനയിച്ചാണ് ഗെയ്സ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലും കാര്യങ്ങളൊക്കെ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇത് വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ.